ആക്ച്വലി ഭൂതക്കണ്ണാടിയിൽ ഞാൻ ചെയ്യേണ്ടതല്ല, ഞാൻ യാദൃശികമായി വന്ന് ചാടിയതാണ്. വേറൊരു നടിയാണ് അത് ആദ്യത്തെ ഒരു 3-4 ദിവസം അഭിനയിച്ചു. എന്നിട്ട് അത് ശരിയാവാൻ ലോയ് സാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പടമാണല്ലോ, അറിയാലോ ചേട്ടന്. അപ്പൊ അതിനകത്ത് വേറൊരു നടി വന്ന് 3-4 ദിവസം അഭിനയിച്ചു പോയി. എന്നിട്ട് ഇവര് വീണ്ടും ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി വേറൊരാളെ നോക്കുമായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ദൂരദർശനിൽ മരണം ദുർബലം എന്ന് പറഞ്ഞിട്ട് ശ്യാമപ്രസാദ് സാറിൻ്റെ ഒരു സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ദൂരദർശനിൽ ആഴ്ചയിൽ ഒരു എപ്പിസോഡേ വരുള്ളൂ. അതിനെനിക്ക് ആ വർഷത്തെ സംസ്ഥാന അവാർഡ് ഉണ്ടായിരുന്നു. അപ്പം അത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടിട്ടാണ് ലോയ് സാറ് എന്നെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആക്ച്വലി കിരീടം ഉണ്ണിച്ചേട്ടൻ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു, എനിക്കറിയാം എന്നെ ഇന്ന ആളുടെ സിസ്റ്ററാണ്, എനിക്കറിയാം, ഞാൻ വിളിക്കാമെന്നുണ്ട്. അങ്ങനെയാണ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇത്രേ പറഞ്ഞുള്ളൂ, മമ്മൂട്ടിയാണ് ലോഹി ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നത്. ഇത്രയും ഞാൻ കേട്ടുള്ളൂ. അപ്പം ഞാൻ രാവിലെ ഇവിടുന്ന് വണ്ടി കയറി. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും പ്രായമുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ടുള്ള ക്യാരക്ടർ. 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ്. അന്ന് എനിക്ക് 20 വയസ്സേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രമാണെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. പക്ഷെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ, അന്ന് ലേഡീസ് മീൻസ് ഹീറോയിന് ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നോട് സാർ ഇങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു, ലോയ് സാറ് ഇങ്ങനെയൊക്കെയാണ്, പുള്ളുവത്തി സ്ത്രീ ആയിട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് എനിക്ക് 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ട് എനിക്ക് അറിയില്ല എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത്. അപ്പോൾ നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി, അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ, ഇതാണ് ചന്ദ്രിക സോപ്പിൻ്റെ മണമുള്ള എൻ്റെ സരോജിനി എന്നൊരു സാർ അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു.